സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 12 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കണോട്ടാ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ പാട്ട് യൂട്യൂബിൽ കണ്ട 25 ലക്ഷം പ്രേക്ഷകർ ചിലപ്പോൾ പാട്ടായിരിക്കില്ല കണ്ടത്. അതിന്റെ അകത്ത് അടിച്ചിട്ടുള്ള കമന്റുകളായിരിക്കും ചിലപ്പോൾ 25 ലക്ഷം തവണ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്, ഒരുപാട് സ്വപ്നമാണ്, ഒരുപാട് കഷ്ടപ്പാടാണ് സിനിമ ഉണ്ടാകുന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതാരാണ് അനുവാദം കൊടുക്കുന്നത് ഇങ്ങനെ സിനിമ പിടിക്കാനായിട്ട്? പ്രേക്ഷകർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തുകൊണ്ടാണ് സിനിമ കണ്ടതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. തെറി വിളിക്കാൻ കിട്ടുന്ന ചാൻസ് എന്റെ ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ഫുൾ ടൈം 3 മണിക്കൂർ തെറി വിളിക്കായിരുന്നു. അതിന് കിട്ടുന്ന ഒരു അവസരം അവന് 50 രൂപ 100 രൂപ കൊടുക്കാണ്ട് കുഴപ്പമില്ല. ഏകദേശം ഒരു 12-13 വർഷം മുമ്പാണ് സന്തോഷ് പണ്ഡിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു സിനിമയുമായിട്ട് വന്നത്. അതായത് കൃഷ്ണനും രാധികയും എന്ന് പറയുന്ന ഒരു സിനിമ. കേവലം 5 ലക്ഷം രൂപയ്ക്കാണ് സന്തോഷ് പണ്ഡിറ്റ് ആ സിനിമ നിർമ്മിച്ചത്. ഈ 5 ലക്ഷം രൂപയുടെ സിനിമ എങ്ങനെ ബിസിനസ് ചെയ്യും, അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് ഇത് എങ്ങനെ നിർമ്മിച്ചു എന്നൊക്കെയായിരുന്നു എല്ലാവർക്കും ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും സന്തോഷ് പണ്ഡിറ്റിനെതിരെ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞ സിനിമാക്കാരുടെ ഒരു അക്രമം തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ, അദ്ദേഹത്തിൻ്റെ രൂപത്തെ, അദ്ദേഹത്തിൻ്റെ കളറിനെ പോലും മലയാള സിനിമയിലെ ചില ജാതി കോമരങ്ങളും അതുപോലെ തന്നെ മലയാള സിനിമയിലെ ആസ്ഥാന ഗുണ്ടകൾ എന്നറിയപ്പെടുന്ന ബാബുരാജിനെ പോലെ, ഇല്ല എം എ നിഷാദിനെ പോലെ. ഈ എം എ നിഷാദൊക്കെ ഏതെങ്കിലും ഒരു സിനിമ എടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവനൊക്കെ എത്രമാത്രം കോടികൾ നഷ്ടപ്പെടുത്തിയവനാണ്. അവൻ സ്വന്തം നിർമ്മിച്ച സിനിമകൾ പോലും അവൻ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവന്. അപ്പോഴാണ് അവൻ ഒരുപാട് സുരേഷ് ഗോപിൻ്റെ ബൂട്ട് എന്ന് പറയുന്ന സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടിയിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വീട്ടിൽ നിന്നും ഒളിച്ചോടിയവനാണ് എം എ നിഷാദ് എന്ന് പറയുന്നവൻ. അവനൊക്കെയാണ് അന്ന് വന്നിട്ട് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന നടനെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞത്. മിസ്റ്റർ ബാബുരാജ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നവൻ എവിടെ നിൽക്കുന്നു? അതുപോലെ തന്നെ ഈ ബാബുരാജിനെ പോലെയുള്ള അല്ലെങ്കിൽ എം എ നിഷാദിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോൾ എവിടെയുണ്ട്? അതുപോലെ മലയാള സിനിമയിലെ അന്ന് കുറേ തലതൊട്ടപ്പന്മാർ വന്നിനി. സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ ശരിയല്ല, സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ ചെയ്യുന്നവനാണ്, ഇങ്ങനെ ചെയ്യുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങളുടെ, അതായത് എല്ലാവരും ഇന്ന് സന്തോഷ് പണ്ഡിറ്റിനെ ഹൃദയത്തിലാണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അത്ര ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന സഹോദരിയുണ്ട് വയനാട്ടിൽ. ആ സഹോദരിയെ കാണാൻ വേണ്ടിയിട്ട് സന്തോഷ് പണ്ഡിറ്റ് നിന്ന് അവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന് കോടികളൊന്നും കൊടുക്കാനില്ല, അതുപോലെ ലക്ഷങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനില്ല. എന്നിട്ടും അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, അതായത് വാടക വീട്ടിലേക്ക് ഞാൻ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്നുള്ള തരത്തിൽ ശ്രുതിയെ ചേർത്ത് നിർത്തിയിട്ട്, അതായത് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്, ഞാൻ പറഞ്ഞല്ലോ, കോടികളൊന്നും കൊടുക്കാൻ കഴിയില്ല, അതുപോലെ ലക്ഷങ്ങളും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എന്നും ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാകും എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്. ആത്മാർത്ഥതയുള്ളൊരു ഇതാണത്, ആത്മാർത്ഥതയുള്ളൊരു വാക്കാണ്. അല്ലാതെ നമ്മുടെ പല ആൾക്കാരും വന്ന് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നത് പോലെയല്ല. ഈ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്നത് 1 കിലോ അരിയായിരിക്കാം, ഇല്ലെങ്കിൽ അടുക്കളയിൽ വേണ്ട ഒരു നേരത്തെ ആഹാരമായിരിക്കാം. ഇത് മാത്രമാണ് ചിലപ്പോൾ അദ്ദേഹം സഹായിക്കുന്നത്. പക്ഷേ അദ്ദേഹം വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് വരുന്ന അമ്മമാർക്കൊക്കെ വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ അങ്ങനെയുള്ള ഒരാളാണ്. ഈ മനുഷ്യനെയാണ് 10-12 കൊല്ലം മുൻപ് നമ്മളെല്ലാവരും, അതായത് ഒരു കോമാളിയെ പോലെ നമ്മളെല്ലാവരും കടിച്ച് കീറിയത് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരും ഈ സിനിമാക്കാരുടെ വാക്ക് കേട്ടിട്ട് ഇവനെന്തോ, ഈ സന്തോഷ് പണ്ഡിറ്റ് എന്തോ ഒരു വലിയ അപരാധമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ. ഇന്ന് നിങ്ങൾക്കറിയാലോ, സിനിമയിൽ പോയിട്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയിൽ അഭിനയിച്ച ഒരാൾക്ക് പോലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഈ ബാബുരാജുവിൻ്റെ ഒക്കെ പേരിൽ കേസ് വന്നിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പീഡന കേസ് വരെ ബാബുരാജിൻ്റെ വരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആഭാസന്മാരാണ് അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ വലിയ വായിൽ നല്ല രീതിയിൽ തെറി പറഞ്ഞത് എന്നുള്ളതാണ്. ഏതായാലും ദൈവമുണ്ട്, കാലം, അതായത് കാലം കൊടുക്കാതിരിക്കില്ല, കാലമെല്ലാം കരുതി വെച്ചിരിക്കും. അതാണ് ഇപ്പോൾ ഈ ബാബുരാജിനും ടീമിനും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും നാരായണക്കല്ലായിട്ട് ഈ ബാബുരാജൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സംഘടനയുടെ തലപ്പത്തൊക്കെ ആദ്യമായിട്ട് വന്നതാണ്. അപ്പോഴാണ് പീഡന കേസും കാര്യങ്ങളൊക്കെ വന്നിപ്പോൾ നാരായണക്കല്ലായിട്ടാണ് ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാബുരാജിന് ഇപ്പോൾ സിനിമയുണ്ടോ? അല്ല, ബാബുരാജിന് ഇപ്പോൾ സിനിമയിലൊന്നും കാണുന്നില്ല. അതുപോലെ ബാബുരാജിൻ്റെ ഭാര്യ
തന്നെ സംവിധാനം ചെയ്ത് നിർമ്മിച്ച കുറച്ച് സിനിമകളിൽ ബാബുരാജ് നായകനായിരുന്നു. ആ സിനിമയൊക്കെ വെളിച്ചം കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്താണ് ബാബുരാജ് എന്താ പറയേണ്ടത് കോമഡി റോളിലേക്ക് മാറിയത്. എന്നിട്ടും രക്ഷ കിട്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച് നിരവധി നിർമ്മാതാക്കളുടെ പൈസ പോയി എന്നല്ലാതെ ബാബുരാജിൻ്റെ സിനിമ കൊണ്ട് ഒരു മനുഷ്യനൊരു ഗുണമുണ്ടായിട്ടില്ല. പിന്നെന്ന് പറയുന്നത് ബാബുരാജിന് ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബാബുരാജിൻ്റെ ഭാര്യയുടെ പേരിലും ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് റിസോർട്ട് അടക്കമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ഒരു 10 പൈസ അയാൾ കൊടുക്കത്തില്ല. അങ്ങനെയാണ് എല്ലാം തൻ്റെ പോക്കറ്റിൽ, തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ ആഹാരത്തിന്, തൻ്റെ മക്കൾക്ക് എന്നുള്ള തരത്തിൽ സ്വരുക്കൂട്ടി വെക്കുകയാണ് നമ്മുടെ ബാബുരാജ്. ബാബുരാജിനെ പറ്റി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കാണിച്ച ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന ഒരാൾ ബാബുരാജാണ്. ഈ ബാബുരാജാണ് സിനിമാക്കാരുടെ ഇതാണ് സിനിമാക്കാർ ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റിനോട് പ്രതികരിക്കുന്നത് എന്നുള്ള തരത്തിൽ അവരുടെ എല്ലാം പ്രതിനിധിയായിട്ട് വന്നിട്ട് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മനുഷ്യനെ വളരെ മോശമായ രീതിയിൽ, അതായത് അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് ചിരിക്കാൻ അന്നൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ സിനിമയിൽ വരാൻ ശ്രമിക്കുന്നവരാണ്, ഇവരെ പോലെയുള്ള ആൾക്കാർ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വരും എന്നുള്ള തരത്തിൽ അവനൊക്കെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോടെ? അവനൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരാൾക്ക് വിശക്കുന്ന നേരത്തെ ഒരു ദിവസത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും ഇവന്മാർ ചെയ്യില്ല. ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം പോക്കറ്റ് നടക്കാനും അതുപോലെ തന്നെ അവിടെ ജോലിക്ക് വരുന്ന സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ ഉപയോഗിക്കാനും മാത്രമാണ് ഈ സിനിമാക്കാർ ഇതിലുള്ള സിനിമാക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ പണ്ഡിറ്റ് വ്യത്യസ്തനാകുന്നത്. എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മുടെ പണ്ഡിറ്റ് എന്ത് സിനിമ ഇറക്കി കഴിഞ്ഞാലും നമ്മളത് വിജയിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ കക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, മറ്റുള്ളവരൊരു ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ആഭാസകരമായ രീതിയിൽ നടക്കുന്നില്ല. അയാൾ കഥ എഴുതി അയാൾ എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമ യൂട്യൂബിലോ ഏതെങ്കിലും ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നത് നമ്മുടെ ഒരു 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂറൊന്ന് എൻ്റെ സിനിമ നിങ്ങൾ കാണൂ. ഇത് മാത്രമാണ് ആ മനുഷ്യന് ആവശ്യം, അല്ലാതെ വേറെ ഒന്നും വേണ്ട. നമ്മൾ 10 പൈസ അയാൾക്ക് കൊടുക്കണ്ട, അയാളെല്ലാം ചെയ്തോളും. നമ്മൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒരു 2 മണിക്കൂർ ആ മനുഷ്യൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക. അത് യൂട്യൂബിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമ്മൾ അവിടെ പോയി കാണുക. അതുമാത്രം ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഇനിയും ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ഏത് സാധാരണക്കാരനും ധൈര്യമായിട്ട് പണ്ഡിറ്റ്ജി ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തിരിച്ചു വിളിച്ചിരിക്കും. ചിലപ്പോൾ ആ മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഒരാശ്വാസ വാക്കെങ്കിലും ആ മനുഷ്യൻ ചെയ്യും എന്നുള്ളതാണ്. നേരെ മറിച്ച് മലയാള സിനിമയിലെ തലതൊട്ടപ്പന്മാർ, അതുപോലെ ഈ ബാബുരാജിനെ പോലെയുള്ള കോടികൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് റിസോർട്ടും അതുപോലെ തന്നെ അവിടെ ജോലി കൊടുത്ത സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യുന്ന ഇവൻ്റെയൊക്കെ സിനിമ നമ്മൾ എന്തിനാണ് കാണുന്നത്? ഇവനെയൊക്കെ എന്തിനാണ് നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനൊക്കെ അന്ന് കളിയാക്കി ചിരിച്ചത് ശരിക്കും ദൈവം കണ്ടിരുന്നു. അതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ ഇവന്മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വന്ന സന്തോഷ് പണ്ഡിറ്റിനെ എങ്ങനെയാണ് അതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.